അനാദിയായും ശാശ്വതമായും ദൈവമായ നമ്മുടെ ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ബഹുമാനവും എല്ലാ പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. നമ്മെ സ്നേഹിച്ച് തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങൾ എല്ലാവർക്കും ഈ സമയം ആദരവോടെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പാദാന്തികയെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിലുമായിരിക്കേണ്ടതിന് ദൈവം നമ്മോട് കരുണ കാണിച്ചല്ലോ. കഴിഞ്ഞ ഒരു മാസവും കൂടെ ദൈവം നമ്മെ കാത്തു. ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. സമയം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. സംഭവങ്ങൾ അതിന്റെ അവസാനത്തെ കിതപ്പിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, സ്രഷ്ടാവ് ഇവയ്ക്കൊക്കെ നിയമിച്ചാക്കിയ സമയം തീരാൻ അടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അവയെല്ലാം അതിന്റെ അന്ത്യത്തിലേക്ക് കുതിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചു വരുന്നത് പോലെ ലോകം അതിന്റെ പ്രഭുവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നതിലും തെറ്റില്ല. സ്തോത്രം. ലോകത്തിന്റെ പ്രഭു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും സാത്താനെ അങ്ങനെയാണ് വിളിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ലോകത്തിന്റെ പ്രഭു വരുന്നു. അപ്പൊ ഈ ലോകം അതിന്റെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദാനിയേലും അത് തന്നെയാണ് പറഞ്ഞത്. വരുവാനുള്ള പ്രഭു. 9-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ വരുവാനുള്ള പ്രഭു. നമുക്ക് യേശുക്രിസ്തുവിനായിട്ട് ഒരുങ്ങാം. നമ്മെ സ്നേഹിച്ച് തൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ വിശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി മുന്നറിയപ്പെട്ട, ലോകത്തിന്റെ ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടി വെളിപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന് വേണ്ടി, നമ്മുടെ ആത്മമണവാളന് വേണ്ടി നമുക്കൊരുങ്ങാം. സ്തോത്രം. ഈ പഠനങ്ങളൊക്കെ അതിനുള്ള മുഖാന്തരങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാം ഇപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഭ മഹാപീഡനത്തിലൂടെ പോകുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. സഭയും മഹാപീഡനവും. അതിൽ 3 പ്രധാനപ്പെട്ട വാദങ്ങൾ ഉള്ളതായി നമ്മൾ കണ്ടു. മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് വാദിക്കുന്നവർ, മഹാപീഡനത്തിന്റെ മധ്യത്തിലായിരിക്കും സഭ എടുക്കപ്പെടുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. അല്ല, മഹാപീഡന ശേഷമായിരിക്കും സഭ എടുക്കപ്പെടുന്നത്, ക്രിസ്തു വരുന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതിൽ ഏതായാലും യേശു വരുമെന്ന് വിശ്വസിക്കുന്നു. സഭയെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ അല്പം കൂടെ നാം അടുത്തി എന്ന് മനസ്സിലാക്കുവാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർ എല്ലാ കൂട്ടരും ഉന്നയിക്കുന്ന വാദഗതികളെ നമ്മൾ എടുത്ത് പഠിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ ഏതാണ്ട് 14 കൂട്ടം കാര്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മൾ ചിന്തിച്ചത്. 14-15 അല്ലെ, 14 തോന്നുന്നു.
എനിക്ക് 16 ഉണ്ട്. 16 കിട്ടി. ഓക്കെ, മറ്റേ പലർക്കും പല അളവിലായിരിക്കും കിട്ടിയത്, കുഴപ്പമില്ല. നമ്മൾ വെള്ളിയാഴ്ച ഏതാണ്ട് 2 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചത്. ഒന്ന്, ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവും ഉണ്ട്, തേജസ്സിലുള്ള പ്രത്യക്ഷതയും ഉണ്ട്. മഹാപീഡന കാലത്തിന് ശേഷമേ സഭ എടുക്കപ്പെടൂ എങ്കിൽ പിന്നെ തേജസ്സിന്റെ പ്രത്യക്ഷ എപ്പോഴായിരിക്കും? 2 ഒരേ സമയത്ത് നടക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ വാദം തെറ്റാണെന്ന്. അതെ, സഭയ്ക്ക് വേണ്ടിയുള്ള വരവും സഭയോട് കൂടെയുള്ള വരവും, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യക്ഷതയും, കൂടാതെ 1000 വിശുദ്ധന്മാരോടൊപ്പം ഭൂമിയിലേക്ക് യേശുക്രിസ്തു തേജസ്സോടെ ഇറങ്ങി വരുന്ന ഒരു പ്രത്യക്ഷതയും. ഇങ്ങനെ 2 മുഖങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കുള്ളതായി നാം തിരുവെഴുത്തുകളെ ആധാരമാക്കി പഠിച്ചു. അങ്ങനെ 2 പ്രത്യക്ഷതകൾ സഭയ്ക്ക് വേണ്ടിയും സഭയോട് കൂടെയും എന്നുള്ളത് കൊണ്ട് യുക്തിപരമായി പോലും ചിന്തിച്ചാൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വന്ന് സഭയെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ളതാണ്. അടുത്തത്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ എതിർ ക്രിസ്തുവിന്റെ മ്ലേച്ഛകരമായ ഭരണകാലത്ത് യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ അവരെ ഒടുക്കിക്കളയും. അങ്ങനെ രക്ഷിക്കപ്പെടാത്തവരെയാണ് ശിക്ഷിക്കാനായി വരുന്നത്. അതുകൊണ്ട് അവരുടെ വാദം അങ്ങനെ പൊളിയും. ശരി, വെരി ഗുഡ്. സഹപാഠികൾക്കൊക്കെ സന്തോഷം തോന്നുന്നുണ്ട്. സ്തോത്രം. നാം കണ്ടത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കർത്താവ് വരുമ്പോൾ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം നടക്കുകയായിരിക്കും. അവന്റെ മ്ലേച്ഛമായ ഭരണം. അവന്റെ മ്ലേച്ഛമായ ഭരണം. എന്നാൽ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവൻ തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ തന്റെ വായിലെ ശ്വാസത്താൽ എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളയും. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് തേജസ്സോടുകൂടെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്നതിന്റെ ലക്ഷ്യമായിട്ടാണ് നാം അത് കാണുന്നത്. എന്നാൽ യേശുക്രിസ്തു അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ, നാം ഇതര ഭാഗങ്ങളിൽ നിന്ന് പഠിച്ചതുപോലെ ആകാശമേഘങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിച്ചിട്ടുണ്ടാവില്ല. നാം കാണുകയുണ്ടായി എതിർ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ മ്ലേച്ഛകരമായ സംഗതി എന്താണെന്ന്. The most abominable thing in the reign of Antichrist. ഓർമ്മയുണ്ടോ?
ദേവാലയത്തിലിരുന്ന് ദൈവം ഒന്ന് അടിച്ച് ദുർഭരണം നടത്തും. ആബ്സല്യൂട്ട്ലി. അതിനെയാണ് പൗലോസ് ശ്ലീഹ 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൽ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് മോർ ദാൻ offering some unclean animal in Jerusalem temple and on the altar. It is more than that. We usually hear about this abomination as offering prohibited animals in the altar. സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൽ അറയ്ക്കപ്പെട്ടിരിക്കുന്ന പന്നിയെ യാഗമർപ്പിക്കുന്നതാണെന്ന്. അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ എതിർക്രിസ്തുവിന്റെ സമയത്തെ ഏറ്റവും വലിയ മ്ലേച്ഛത എന്ന് പറയുന്നത് വിഗ്രഹാരാധന. അതും അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ താൻ ദൈവമാണെന്ന് തൻ്റെ അധികാരം ഉപയോഗിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയും ലോകമൊക്കെ തങ്ങളെപ്പോലെ തന്നെ ജഡമാംസങ്ങളുള്ള മനുഷ്യനെ ആരാധിക്കുകയും ചെയ്യും. അതായത് എതിർക്രിസ്തു ദൈവമാണെന്ന് ധരിപ്പിച്ച് അവൻ ദൈവത്തിനു മാത്രം അർഹമായ ആരാധന സ്വീകരിക്കുവാൻ തുടങ്ങും. ഇതാണ് സത്യത്തിൽ വിശ്വാസത്യാഗമെന്നും കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. കേവലം ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു പിന്മാറ്റമല്ല വിശ്വാസത്യാഗം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്യാഗം എന്നുള്ളത് കേവലം ഒരു പിന്മാറ്റമല്ല. ഇന്ന് നാം നമ്മുടെ ഇടയിലൊക്കെ കാണുന്നത് പോലെ ഒരാളെ പെന്തക്കോസ്ത് വിശ്വാസം വിട്ടുപോയി, ഒരു ഉപദേശി ദൈവമില്ല എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ചെന്ന് വിട്ടു. ഇതുമൊക്കെ വിശ്വാസത്യാഗത്തിന്റെ വശങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് സ്ലിപ്പിംഗ് എവേ ഫ്രം ട്രൂ ഗോഡ്, സത്യദൈവത്തിൽ നിന്ന് വഴുതിപ്പോവുക, ദൈവമല്ലാത്തവയെ ദൈവമായിട്ട് ആരാധിക്കുക. ലോകം മുഴുവനും സാർവത്രികമായി അങ്ങനെയായിത്തീരുകയാണ്. അതിനൊരു നല്ല പ്രയോഗം പൗലോസ് ശ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗലാത്യരുടെ പഴയ അനുഭവത്തെ പറ്റി. ഗലാത്യർക്കുള്ള ലേഖനം 8-ാമത്തെ വാക്യം വായിച്ചാൽ മതിയാവും. ഗലേഷ്യൻസ് 4:8. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അതിന്റെ 8-ാമത്തെ വാക്യം കണ്ടോ? പണ്ട് തങ്ങളുടെ അജ്ഞാനകാലത്ത് എങ്ങനെ കഴിഞ്ഞു എന്നാ?
സ്വഭാവത്താൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. ദൈവത്തെ അറിഞ്ഞിരുന്നില്ല, പിന്നെ ദൈവമല്ലാത്തവയ്ക്ക് കീഴ്പ്പെടുക കൂടെ ചെയ്തു. ഇതിനേക്കാളിലും വളരെ തീവ്രമായ രീതിയിലായിരിക്കും എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് സംഭവിക്കാൻ പോകുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ, ഒരു ദേവതയെ, ഒരു വിഗ്രഹത്തെ, ഒരു നാമത്തെ ജപിക്കുക മാത്രമല്ല അന്ന് ചെയ്യുന്നത്. ദൈവം എന്ന ആ ഒരു സത്യത്തെ എന്നേക്കുമായി ഇവരുപേക്ഷിക്കുന്നു. എന്നിട്ട് ദൈവമല്ലാതെ വെറും മനുഷ്യനായി മാത്രം ഇരിക്കുന്ന എതിർക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു. അന്നത്തെ ഏറ്റവും വലിയ മ്ലേച്ഛത അതാണ്. ഇപ്പം ഇവനാണ് ദൈവമെങ്കിൽ, വേറെ ഒരു ദൈവം ഇല്ലെങ്കിൽ എന്ന നിലയിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള മുഴുവൻ മ്ലേച്ഛതയിലും, മുഴുവൻ അശുദ്ധിയിലും, മുഴുവൻ പാപങ്ങളിലും ജനം ഏർപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു, നമ്മൾ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച പഠിച്ച രണ്ടാമത്തെ പോയിന്റിനോട് ചേർന്നുള്ള ഒരു കാര്യമാണ്. യേശുക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുന്ന സമയത്ത് എതിർക്രിസ്തു ഈ ഭൂമിയിൽ മ്ലേച്ഛകരമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവന്റെ ഭരണത്തിന്റെ ഏറ്റവും മ്ലേച്ഛകരമായ സ്ഥിതി എന്ന് പറയുന്നത് അവൻ തന്നെ ദൈവമായി ചമഞ്ഞുകൊണ്ട് ദൈവത്തിനു മാത്രം അർഹമായ ആരാധന സ്വീകരിക്കുന്നു. അതിനെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്യാഗം. ദൈവവിശ്വാസം തന്നെ ഇല്ലാതെയാകുന്നു. എന്നിട്ട് ദൈവമില്ലെങ്കിൽ പിന്നെ എങ്ങനെയും ജീവിക്കാമല്ലോ. നമ്മുടെയൊക്കെ തന്നെ മനസ്ഥിതി നോക്കിക്കേ. നമ്മള് വലിയ വിശുദ്ധന്മാരായി, നീതിമാന്മാരായിട്ടൊക്കെ ഇരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താ? ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും ദൈവത്തെ ഭയമുള്ളതുകൊണ്ടും. ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ ഭയപ്പെടുന്നു. അത് തന്നെയാണ്. എന്നാൽ അന്ന് ദൈവമേ ഇല്ല എന്ന നിലയിലേക്ക് വന്നാൽ പിന്നെ വിലക്കുകളില്ലാത്ത മ്ലേച്ഛതകളിലേക്ക് താനേ ഇറങ്ങിപ്പോകും. ഇപ്പൊ രണ്ടു വരവിന്റെയും കൂടെ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മ്ലേച്ഛകരമായ ലോകത്തിൽ യേശു ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ഭരണാധിപനായിരിക്കുന്ന എതിർക്രിസ്തു നമ്മുടെ കർത്താവിനെതിരെ പടപുരുതാനായിട്ട് അണിനിരക്കും. പക്ഷേ അവനെയും അവന്റെ കൂടെ ഉള്ളവരെയും നമ്മുടെ കർത്താവിന്റെ വായിലെ വചനത്താൽ ഒടുക്കിക്കളയുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ലോട്ട് ഈ എതിർക്രിസ്തു ഈ നിലയിൽ അഴിഞ്ഞാടി ഭരണം നടത്തി മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ അവൻ സഞ്ചരിക്കുമ്പോൾ ഈ എതിർക്രിസ്തുവിനെയും അവന്റെ സിസ്റ്റത്തെയും കൂടെ, അവന്റെ വ്യവസ്ഥിതികളെയും കൂടെ ഇല്ലാതാക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്നു. ആ സമയത്ത് സഭയെയും കൂടെ ചേർക്കുക എന്നുള്ളത് യുക്തിപരമായി പോലും സ്വീകരിപ്പാൻ കഴിയാത്ത കാര്യമാണെന്നാണ് നമ്മൾ കണ്ടത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ.
അവനെ ആരാധനാമൂർത്തിയായി പ്രതിഷ്ഠിക്കുമ്പോൾ ബാക്കിയുള്ള മൂർത്തികളെല്ലാം അപ്രഭമായി പോകത്തില്ലേ? അതെ, അവയ്ക്ക് മുഴുവനും മീതെയാണ് വരുന്നത്. ഇവനെ തന്നെ ഉയർത്തുന്നത്. അതാണ് 2 തെസ്സലോനിക്കർ 2:6, 7, 8 വാക്യങ്ങളിൽ വായിക്കുന്നത്. നല്ല രസവും കൂടെയായി എതിർ ക്രിസ്തുവിന്റെ വരവൊക്കെ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. He is revealed from nowhere, out of nowhere. ഒരു സീനിലും ഇല്ലാതിരുന്ന ഒരാള് പെട്ടെന്നൊരു ഉയർച്ച. ആ ഉയർച്ചയിൽ കൂടെ ഉള്ളവരെ, ഇതൊക്കെ ദാനിയേൽ 7, 8 അധ്യായങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. വെളിപ്പാട് 17 അധ്യായത്തിലും അക്കാര്യം പറയുന്നുണ്ട്. പെട്ടെന്നൊരു ഉയർച്ചയും വളർച്ചയും. എന്നിട്ടോ അന്ന് വരെ നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഇവൻ പരിഹാരം കാണാം എന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതുകൊണ്ട് അതുവരെ സീനിലുണ്ടായിരുന്ന, അതുവരെ മുൻപന്തിയിലുണ്ടായിരുന്ന പലരെയും ഇവൻ തട്ടിക്കളയും. പിന്നെ ഇവൻ തന്നെ അവിടുത്തെ രാജാവായിട്ടിരിക്കും. കാരണം അന്ന് ലോകത്തിലെ പ്രശ്നങ്ങൾ അത്ര ഗൗരവതരമാണ്, പരിഹാരമില്ല. അപ്പോഴേക്കും ഓരോരോ നേതാക്കന്മാർ വന്ന് പറയും, ഇന്ന് എൻ്റെ അധികാരം കൂടെ. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്ന ഒരവസ്ഥയാവും. അപ്പോൾ ബാക്കി അന്ന് വരെ ആരാധിക്കപ്പെട്ട ദൈവങ്ങളും എങ്ങുമില്ല. ഇവനേക്കാൾ മുൻപേ, ഈ എതിർ ക്രിസ്തുവിനേക്കാൾ മുൻപേ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തവരോ നേതൃനിരയിൽ നിന്നവരോ അവരെ പോലും പിന്നെ ആരും. ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ വിശ്വാസത്യാഗത്തിന്റെ അർത്ഥവും കൂടെ മനസ്സിലേക്കാണുമല്ലോ. വെറും പിന്മാറ്റമല്ല വിശ്വാസത്യാഗം, റിബല്യൻ അഗൻസ്റ്റ് ഗാഡ്, ദൈവത്തോടുള്ള മത്സരമാണ്. ദൈവത്തിന്റെ ദൈവത്വത്തെ നിഷേധിക്കലാണ്, ദൈവത്തെ തന്നെ ഉപേക്ഷിക്കലാണ്. എതിർ ക്രിസ്തു ഈ അർത്ഥത്തിൽ ഒരു നിരീശ്വരവാദി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. ഒടുവിൽ അവൻ തന്നെയാണ് ദൈവമെന്നും പറഞ്ഞിരുന്നു എല്ലാവരിൽ നിന്നും ആരാധന സ്വീകരിക്കുന്നു. അപ്പോൾ വിശ്വാസത്യാഗം എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം വരുമ്പോൾ ദൈവനിഷേധം എന്ന ഒറ്റ വാക്കിൽ പറയാം. ഈ വിശ്വാസത്യാഗത്തെ കുറിച്ചാണോ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ആർക്കറിയാം? പിന്മാറ്റത്തിന്റെ അവസ്ഥകളുമുണ്ട്.
എബ്രായർ 10-ാം അധ്യായത്തിലും അത് കാണുന്നുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ, കണ്ടോ, അപ്പം വിശ്വാസത്തിൽ നിന്ന് ഒരു പിന്മാറ്റം, അതിനേക്കാൾ വലുതാണ് ഇവിടെ പറയുന്ന വിശ്വാസത്യാഗം. മനഃപൂർവമായി തന്നെ ദൈവത്തെ ത്യജിച്ചു പറയുക. സമ്പൂർണ്ണ ലോകവും അന്ന് എന്തു ചെയ്യും? ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് ഇവനെ കീഴ്പ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവിനും അല്ലെ സഭയെടുക്കപ്പെട്ട ശേഷവും മാത്രമേ വിശ്വാസത്യാഗം സംഭവിക്കുകയുള്ളോ എന്ന ചോദ്യത്തിന് ഈ മറുപടി നൽകുന്നത്. ഇന്നാണെങ്കിൽ ഈ ഇലക്ഷൻ മുഖേനയൊക്കെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കത്തുള്ളല്ലോ. അന്ന് അല്ലാതെ ഞാൻ ദൈവമെന്നും പറഞ്ഞ് അങ്ങിരിക്കുമ്പം മുഴുവൻ ലോകവും അന്നുള്ള ആൾക്കാരെല്ലാം അവനെ അനുസരിക്കാൻ തയ്യാറാകും അല്ലേ? ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നാളെ ഇലക്ഷൻ റിസൾട്ടാണ്. BJPക്കെതിരായിട്ട് അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം ഉണ്ടായി. അതില് ഒട്ടുമിക്ക പേരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടാകണമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. BJPയെ ഒന്ന് മാറ്റി തന്നാൽ മതി, അതിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. തങ്ങൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ വയ്യാത്തൊരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ മറ്റുള്ളവര് തയ്യാറാകുന്നു. ഇതുപോലെ ഇനിയും ഇപ്പോൾ ലോകത്തിന് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. യുദ്ധങ്ങൾ, പ്രകൃതിയുടെ പ്രയാസങ്ങൾ, അതിനിപ്പോ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 82-83 രൂപയാ ഒരു ഡോളറിന്റെ വില. പിടിച്ചു നിർത്താൻ വയ്യ. വിലക്കയറ്റമോ, വേണ്ട. ആഗോള താപനം നിങ്ങൾ കണ്ടു, ഞാൻ ഇവിടെ തുടയ്ക്കുന്നതൊക്കെ. അധികം ഉഷ്ണം തോന്നാത്ത ഒരാളാണ് ഞാൻ. ഈ ആഗോള താപനം ഇന്നത്തെയാണെന്ന് തോന്നിയ പത്രത്തിൽ ഞാൻ വായിച്ചു, അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്ന വേഗത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലോക നേതാക്കന്മാർക്ക് വയ്യാതെ വരും. അവര് പറയും, ഞങ്ങളുടെ കസേരയും കൂടെ തന്നേക്കാം, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചതാ. യോസെഫിന്റെ അടുക്കൽ മിസ്രൈമ്യർ ചെന്നില്ലേ, വസ്തു അങ്ങെടുത്തു, ഞങ്ങളുടെ നിലങ്ങളെടുത്തു, ഞങ്ങളെ തന്നെ അങ്ങെടുത്തു, ഞങ്ങൾക്ക് തിന്നാൻ വല്ലതും തന്നാൽ മതി. തയ്യാറാവും. പ്രശ്നം അങ്ങനെയാകുമ്പോൾ അവരതിന് തയ്യാറാവും. അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് ലോകം പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? കാലാവസ്ഥ വ്യതിയാനങ്ങളായി, ആഗോളതാപനമായി എന്ന് വേണ്ട, മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ.
അപ്പോൾ ഇവര് പറയും, ആരെങ്കിലും ഒന്ന് ഈ ഭാരം ഒന്ന് ഏറ്റെടുക്ക. അപ്പോഴാണ് അവൻ വരുന്നത്, ഞാൻ എടുക്കാം, പക്ഷെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. പഞ്ചപുച്ഛമടക്കി കീഴ്പ്പെടും. അതുകൊണ്ട് അവൻ പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കും. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് വരെ അവൻ പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ആരാ അവന്റെ നേതൃത്വത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് അറച്ചു നിൽക്കുന്നത്? അപ്പോഴേക്കും സാത്താനും അവനിലേക്ക് പ്രവേശിച്ചു കഴിയും. സാത്താൻ അവനിലേക്ക് പ്രവേശിച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ അവന് കഴിഞ്ഞത് അവൻ ദൈവമാണെന്നോ ദൈവത്തിൽ നിന്നുണ്ടായ ഒരു അവതാരമാണെന്നോ പോലും ധരിപ്പിക്കുവാൻ ഈ സാത്താന്റെ ശക്തികൾ വിജയിക്കും. അപ്പോഴേക്കും അവന് മറ്റുള്ളവർ തന്നെ ഒരു ദേവപരിവേഷം കൊടുക്കും. അവനും അത് ആഗ്രഹിക്കും. അവനത് പിന്നീട് മ്ലേച്ഛകരമായ നിലയിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അവന് ഈ സ്ഥാനവും മാനവും ദൈവമെന്ന പൂജ്യ അല്ലെങ്കിൽ ആരാധനാ വിഷയം എന്ന നിലയിൽ വരെ അവൻ അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ശരി, ഇപ്പൊ കർത്താവിന്റെ നാൾ എന്നുള്ളതിനെ കുറിച്ചും നാം കാണുകയുണ്ടായി. ജോണച്ചൻ വല്ലതും പറഞ്ഞോ? കേട്ടില്ല. ജോണച്ചൻ വല്ലതും പറയുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാമോ? ഒന്നും കേൾക്കുന്നില്ല. നല്ല ക്ലിയർ. വിശ്വാസത്തെ മനസ്സിലായി. പക്ഷേ ആനോക്കിന്റെ പ്രവചനത്തില് പറയുന്ന 1000 വിശുദ്ധന്മാരോട് കൂടി വരും എന്ന് പറയുന്നത് സഭയെ കൊണ്ട് വരുന്നല്ലേ? അത് പഴയ നിയമ വിശുദ്ധന്മാരാണ്, പുതിയ നിയമ വിശുദ്ധന്മാരാണ്? 1000 വിശുദ്ധന്മാർ. എല്ലാ വിശുദ്ധന്മാരും കാണും ആ സമയം കർത്താവ് വരുമ്പോൾ. ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും കർത്താവിനോടുകൂടെ ആ സമയത്തുണ്ടാവും. സഭയെ പറ്റി ഒരു വെളിപ്പാട് പഴയ നിയമത്തിൽ ഇല്ലെന്നല്ലേ? പുതിയ നിയമ വിശുദ്ധന്മാരെ അതിൽ ഹാബേൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? സഭയുടെ വെളിപ്പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് വിശുദ്ധന്മാരുമായിട്ട് വരുന്നതിനെ പറ്റിയുണ്ട്. ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവരന്ന് അറിഞ്ഞില്ലെങ്കിലും ദൈവസഭയും ഉൾപ്പെടുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുന്നുണ്ട് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചതിനെ കുറിച്ച്. ആ കാലം എങ്ങനെയുള്ളതാണ് എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർ ആരാഞ്ഞു നോക്കിയപ്പോൾ തങ്ങൾക്കായിട്ടല്ല അവർ ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതിനെ സഭയെന്ന നിലയിലൊന്നും ആ പ്രവാചകന്മാർക്ക് മനസ്സിലായിരുന്നില്ലെങ്കിലും പത്രോസ് അതിനെ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ പറഞ്ഞു, തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കായിട്ടാണ് അവരത് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത്. ഇതുപോലെ അവർക്ക് മനസ്സിലായില്ലെങ്കിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ
തേജസ്സിന്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ പഴയ പുതിയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് അത് പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനെ യൂദ എടുത്ത നാമുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അതിനകത്ത് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ ഉൾപ്പെടും. അതിന് കാരണം ചിലർ അതിനെ അംഗീകരിക്കുന്നില്ല. അതായത് പുതിയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പിനോടുകൂടെ പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിലർക്കത് ആശയക്കുഴപ്പമാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് സഭയുടെ അല്ലെങ്കിൽ സഭയിലെ വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഉയർക്കുവാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം നമ്മുടെ കൂട്ടത്തിലാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എവിടെയോ അത് കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ 1 പത്രോസ് 1:10 മുതൽ അവിടെ നാം വായിക്കുന്നു, പഴയ നിയമ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന ആത്മാവ്. ഏതാത്മാവാ? ഒന്ന് വായിച്ചോ 10 മുതൽ. ക്രിസ്തുവിന്റെ ആത്മാവ്. വായിച്ചേരാ, ബാക്കി ഒന്ന് വായിച്ചു വിട്ടേ. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു. ആ പഴയ നിയമ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന ആത്മാവ്, ആത്മാവിന്റെ പേര് ക്രിസ്തുവിന്റെ ആത്മാവ്. നമ്മിലുള്ള ആത്മാവിന്റെ പേര് റോമർ 8:9. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അവിടെയും പറയുന്നത് നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ ക്രിസ്തുവിന്റെ ആത്മാവെന്ന പറയുന്നത്. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരിൽ പ്രവർത്തിച്ച ആത്മാവും നമ്മിൽ പ്രവർത്തിക്കുന്ന ആത്മാവും ഒരേ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവാ. റോമർ 8:11 വാക്യത്തിൽ പറയുന്നത് ആ ക്രിസ്തുവിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. ആ പരിശുദ്ധാത്മാവ് ഉള്ളവരെ പിതാവായ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിക്കുമെന്നും പറയുന്നു. അങ്ങനെയാകുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവസഭയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നതിന് തടസ്സമില്ല. ഒന്നാമത്തെ കാരണം അവരിലും നമ്മിലും വ്യാപരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. രണ്ടാമത്തെ കാരണം പുതിയ നിയമ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവസഭയിലെ വിശുദ്ധന്മാർ ഉയർക്കുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. പ്രത്യേകിച്ച് എപ്പോൾ? യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയത്ത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരും ഉയർത്തു. ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമാണ് അവ കല്ലറയ്ക്ക് പുറത്തു വന്നത്. മത്തായി 27-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 45 മുതൽക്കുള്ള വാക്യങ്ങളിലാണ്, വിശേഷിച്ച് 52, 53 വാക്യങ്ങൾ അല്ലേ. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് തന്നെ പഴയ നിയമ വിശുദ്ധന്മാരിൽ ചിലർക്ക് അക്ഷയതയോടുകൂടിയ ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചു. അവരും ഒന്നാം പുനരുത്ഥാനത്തിലെ പങ്കാളികളാണ്. അപ്പോൾ നാം അല്ലെങ്കിൽ ദൈവസഭ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് പോലും പഴയ നിയമ വിശുദ്ധന്മാർക്ക് ക്രിസ്തുവിനോടൊപ്പം ഉയർക്കാം.
അവർക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം എന്ന് ആണെങ്കിൽ സഭയോടൊപ്പം ഉയർക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അതുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നവരെയാണ് യൂദ 14-15 വാക്യങ്ങളിൽ ഹാനോക്കിന്റെ പ്രവചനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്ന മണവാട്ടി പദം വേണ്ട, മണവാട്ടി പദം വേണ്ട. അവർ യഹൂദന്മാർ എന്ന നിലയിൽ തന്നെയാണ്. ക്രിസ്തുവിന്റെ കാന്ത എന്ന നിലയിലല്ല. ഒരേ സമയത്ത് ഉയർത്തെഴുന്നേറ്റു എന്ന് വിചാരിച്ച് ആ രണ്ട് അവസ്ഥകളിൽ നിൽക്കുന്നതിനും തടസ്സമൊന്നുമില്ല. കാരണം ദൈവസഭയിൽ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നവരെല്ലാവരും ഒരേ നിരയിൽ അല്ല. ഉയർപ്പിലും തേജസ്സിലും മഹത്വത്തിലും പ്രതിഫലങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരേ സമയം ഉയർക്കുന്നവരെല്ലാം ഒരേ തസ്തികയിൽ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത് ആ പ്രവാചകന്മാർ പ്രവചിച്ചത് സഭയെക്കുറിച്ചല്ല, പിന്നെ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചത് സഭയെക്കുറിച്ചല്ല. കൂടെ നിങ്ങൾ വരുന്നില്ല. ഒന്ന് പത്രോസ് 1:10 വായിച്ചത്. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹത്വത്തെയും. അപ്പോൾ സഭയെപ്പറ്റിയല്ല, ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചും ക്രിസ്തുവിന്റെ തേജസ്കരണത്തെ കുറിച്ചുമൊക്കെയാ പ്രവചിച്ചത്. അതിനെ പത്രോസ് എടുത്തു പറഞ്ഞതു അത് തങ്ങൾക്കായിട്ടല്ലെന്ന് അവർക്ക് മനസ്സിലായി, ഭാവിയിലേക്കാണെന്ന് മനസ്സിലായി. എന്നാൽ സഭ എന്ന നിലയിൽ എല്ലാവരും മനസ്സിലാക്കിയത്. അതിനെ പത്രോസ് വ്യാഖ്യാനിച്ചു കൊടുത്തതാണ് നിങ്ങൾക്കായിട്ടത്രേ അവർ ശുശ്രൂഷിച്ചതെന്ന്. അത് വ്യക്തമായോ? ക്രിസ്തുവിന്റെ മരണത്തിങ്കിൽ ഉയർത്തെഴുന്നേറ്റ 500 പേര് വിശുദ്ധന്മാര് കല്ലറകളെ ഭേദിച്ചു വന്നു. അവരിപ്പോ എവിടെ പോയി? അവർ തേജസ്കരി 500 പേരെന്നില്ല, വിശുദ്ധന്മാര്. അതെ, പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരുടെയും എന്നാണ്. അവർ ഉയർത്തെഴുന്നേറ്റത് തേജസ്സിന്റെ ശരീരത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവർ വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടത്. അവർ ബാക്കി എഴുതിയിട്ടില്ല, എന്നാൽ നമുക്ക് മാന്യമായിട്ട് മനസ്സിലാക്കാം, യേശുക്രിസ്തുവിനോടൊപ്പം അവരും സ്വർഗാരോഹണം ചെയ്തു. അതെ, സ്വർഗാരോഹണം ചെയ്തു. അന്നേരം കർത്താവിന്റെ വരവെങ്കിൽ ഇവരാരും ഇനി ഉയർക്കുകയില്ല. അവർക്ക് ഇനി ഉയർക്കേണ്ട ആവശ്യമില്ല. അതെ, ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞ ഉയർപ്പ. അന്നേരം നമ്മളെ സ്വീകരിക്കാൻ അവരവിടെ കൊണ്ട് കർത്താവ് തന്നെ ഇറങ്ങി വരിക നമ്മെ സ്വീകരിക്കാൻ. അതെ, ഇവരുണ്ട്. അതെ, അപ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നതിൽ പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ട്. അതെ. ഓക്കെ. അപ്പൊ സ്വർഗത്തിൽ പോയോ അതോ പർദീസയില്? ഇല്ല, പർദീസ ഇപ്പൊ കാലിയ. ക്രിസ്തുവിനോട് കൂടെയാണ് അവര്. അതെ, അതാണ് നമ്മൾ നേരത്തെ കുറഞ്ഞത് 2 പ്രധാന ഭാഗങ്ങളെങ്കിലും കണ്ടത്. സ്തേഫാനോസിന്റെ മരണസമയത്ത് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു, യേശുക്രിസ്തു മഹിമയുടെ വലത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു.
അപ്പോൾ ഈ മരിക്കുന്ന സ്തേഫാനോസിനെ നേരെ കർത്താവത്തിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ പൗലോസ് പറയുന്നതും വിട്ടുപിരിഞ്ഞ് പർദീസയിൽ പോകാനെന്നല്ല, അബ്രഹാം പിതാവിന്റെ മടിയിൽ പോകാനെന്നല്ല, ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് വാഞ്ചയുണ്ട്. അപ്പോൾ യേശുവിന്റെ ക്രൂശിൽ രക്ഷിക്കപ്പെട്ട കള്ളനോട് പറയുന്നുള്ള നീ എന്നോട് പർദീസയിൽ ഇരിക്കുമെന്ന്. അത് പർദീസയില, അതെ, ഉയർപ്പിന് അതെവിടാ? മുമ്പ്. അത് ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പാ. ഉം. ഉയർത്തെഴുന്നേൽപ്പോടുകൂടെയാണ് ആ ബദ്ധന്മാരായ ആത്മാക്കളെയും കൂടെ പിതൃസന്നിധിയിലേക്ക് കർത്താവ് കൊണ്ടെത്തിക്കുന്നത്. മരിച്ചപ്പോൾ യേശുക്രിസ്തു മരണശേഷം പോയതും പർദീസയിലേക്കാണ്. ഈ രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട കള്ളൻ മരിച്ച ശേഷം പോയതും പർദീസയിലേക്കാണ്. എന്നാൽ യേശുവിന്റെ ഉയർപ്പിന് ശേഷമാണ് അവിടെ ബദ്ധന്മാരായി കിടന്നിരുന്ന ആത്മാക്കളെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പൗലോസ് സങ്കീർത്തനങ്ങളിൽ നിന്നും എടുത്ത് എഫേസ്യർ 4:7 തൊട്ടുള്ള വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പർദീസയിലായിരുന്നു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ. അതിനുശേഷമാണ് കർത്താവ് അവരെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയത്. ഇത്രയും വ്യക്തമാണല്ലോ. എങ്കിൽ അടുത്ത ഒരു കാര്യവും കൂടെ, കാഹളനാദത്തെക്കുറിച്ച്. പോസ്റ്റ് ട്രിബുലേഷൻ വാദികളും മിഡ് ട്രിബുലേഷൻ വാദികളും അവരുടെ വാദത്തെ സ്ഥാപിക്കാൻ എടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാഹളം. നമ്മുടെ കൂട്ടത്തിലും ചിലരത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ട്. അവർക്കും കൂടെയുള്ള മറുപടിയായിട്ട് ഇത് സ്വീകരിച്ചാലും. കാഹളം, അതായത് നമ്മൾ പറയുന്നു, തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അതായത് 3 ശബ്ദങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് യേശു വരുന്നത്. യേശുവിൻ്റെ വരവ്, സഭയുടെ ഉൽപ്രാപണം 3 ശബ്ദങ്ങളുടെ അകമ്പടിയിലാണ്. ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാദം, 2 പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം. അത് നമ്മൾ 1 തെസലോനിക്കർ 4-ാം അധ്യായത്തിലാണ് കാണുന്നത്. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അന്ത്യ കാഹളനാദം എന്ന് അവിടെ കാണുന്നു. സ്തോത്രം. മറ്റൊന്ന്, അപ്പോൾ ദൈവത്തിന്റെ കാഹളനാദം 1 തെസലോനിക്കർ 4-ൽ, അന്ത്യകാഹളം 1 പത്രോസ് 15:52. ഒന്ന് കൊരിന്ത്യർ. എന്തോ? 1 കൊരിന്ത്യർ.
അതെ, 1 കൊരിന്ത്യർ 15:52. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 11:15 നാം അവിടെ കാണുന്നത് ദ സെവൻത് ട്രംപറ്റ്, 7ാം കാഹളം എന്നാണ്. 7ാം കാഹളം. മഹോപദ്രവത്തിലൂടെ സഭ കടന്നു പോകും എന്ന് വിശ്വസിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ ഇത് 3ഉം ഒന്നാണെന്ന് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ കാഹളവും അന്ത്യകാഹളവും 7ാം കാഹളവും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നു. അത് 3ഉം ഒന്നാണെങ്കിൽ മഹോപദ്രവവാദികൾ പറയുന്നത് ശരി. സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകും. ശ്രദ്ധിച്ച് കേൾക്കണേ. 1 തെസലോനിക്കർ 4:16 ദൈവത്തിന്റെ കാഹളവും 1 കൊരിന്ത്യർ 15:52 അന്ത്യകാഹളനാദവും വെളിപ്പാട് 11:15 7ാമത്തെ കാഹളനാദവും ഒന്നാണെങ്കിൽ സഭ മഹാപീഡനത്തിലൂടെ കടന്നുപോകും എന്ന് പറയുന്ന മഹോപദ്രവവാദികളുടെ വാദം ശരി. എന്നാൽ ഇത് 3ഉം ഒന്നല്ല എങ്കിൽ സഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ല എന്ന് പറയുന്ന പ്രീ ട്രിബുലേഷണലിസത്തിന്റെ വാദം ശരി. മനസ്സിലായല്ലോ? ഇത് 3ഉം ഒന്നാണോ 3ആണോ എന്ന് ബൈബിൾ നമ്മളോട് ഒരു വാക്യം എടുത്ത് പറയത്തക്കതുപോലെ പറയുന്നില്ല. അതുകൊണ്ട് നമുക്കത് അല്പം പഠിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു 7 പല ന്യായവിധികളെ കുറിച്ച്. 7 സീൽ ജഡ്ജ്മെന്റ്സ് ഉണ്ട്, 7 ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ് ഉണ്ട്, 7 ബൗൾ ജഡ്ജ്മെന്റ്സ് ഉണ്ട്. പ്രധാനമായും ഇങ്ങനെ 3 ന്യായവിധികൾ. 7 മുദ്രകളുടെ ന്യായവിധിയുണ്ട്, 7 കാഹളങ്ങളുടെ ന്യായവിധിയുണ്ട്, 7 കലശങ്ങൾ കൊണ്ടുള്ള ന്യായവിധിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാം വെളിപ്പാട് 11:15 കാണുന്നത് 7ാം കാഹളം ഉള്ള ദൂതൻ ഊതിയെന്ന്. സ്തോത്രം. അതിൽ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, in a twinkling of an eye, in a moment, at the last trump, for the trumpet shall sound, and the dead shall be raised incorruptible, and we shall be changed. നിങ്ങൾ എന്ത് പറയുന്നു? ഇത് 3ഉം ഒന്നാണോ വേറെ വേറെയാണോ? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഈ ചോദ്യം നിങ്ങൾ പലർക്കും ഒരുപക്ഷെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. സംശയവും പലരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. നമുക്ക് 5-6 മിനിറ്റ് നമുക്കിനി ഉള്ളൂ. എങ്കിലും ഒന്ന് സസ്പെൻസിലങ്ങ് പോകണ്ട അല്ലേ?
ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. വിശദീകരണം നമുക്ക് പിന്നീട് വേണമെങ്കിൽ നാളെയാകാം. ഈ 3 കാഹളങ്ങളും ഒന്നാണോ വ്യത്യസ്തമാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ മരിച്ചവർ ഉയർക്കുന്ന അല്ലെങ്കിൽ സഭ ഉൽപ്രാവണം പ്രാപിക്കുന്ന കാര്യം പറഞ്ഞിട്ടിരിക്കുന്ന 1 തെസലോനിക്കർ 4:16 കാഹളം ആരുടേതാണ്? ഗോഡ്. ദൈവത്തിന്റെ കാഹളമാണ്. ദൈവത്തിന്റെ കാഹളമാണ്. 1 കൊരിന്ത്യർ 15 അത് ഇന്നാളിൻ്റേത് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഊതുന്നത് ആരാണെന്ന് വ്യക്തമല്ല. വെളിപ്പാട് 11:15 പറയുന്ന കാഹളം ആരുടേതാ? സെവൻത് ഏഞ്ചൽ. സെവൻത് ഏഞ്ചൽ, ദൂതന്റേതാ. അപ്പോൾ ആരുടേതാണെന്ന് വ്യക്തമല്ലാത്ത 1 കൊരിന്ത്യർ 15 തൽക്കാലം ഒന്നാമത്തെ പോയിന്റിൽ നമുക്ക് മാറ്റിവെച്ചിട്ട് 1 തെസലോനിക്കർ 4:16 പറയുന്ന കാഹളവും ദൈവത്തിന്റെ കാഹളവും വെളിപ്പാട് 11 പറയുന്ന 11:15 പറയുന്ന കാഹളവും രണ്ടും ഒന്നാണോ രണ്ടാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ? രണ്ടാണ്. രണ്ടും രണ്ടാ. മറ്റൊരു തെളിവ്, ഈ കാഹളങ്ങൾ ഊതുന്ന സമയത്ത് ഈ 3 കാഹളങ്ങളെയും എടുത്തോളൂ. 1 തെസലോനിക്കർ 4:16, 1 കൊരിന്ത്യർ 15:52, വെളിപ്പാട് 11:15. ഈ 3 കാഹളങ്ങളും ഊതുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങൾ ഐഡന്റിക്കൽ ആണോ? 3ന്റെയും സംഭവങ്ങൾ ഒരേപോലെ ഉള്ളതാണോ? ഇല്ല. അല്ല, വ്യത്യാസം. വ്യത്യാസമുണ്ട്. 1 തെസലോനിക്കറിലും 1 കൊരിന്ത്യരിലും പറയുന്ന കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങൾ വൺ ആൻഡ് ദ സെയിം. മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നു, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നു. അങ്ങനെയാകുമ്പോൾ 1 തെസലോനിക്കർ 4:16 1 കൊരിന്ത്യർ 15:52 കാഹളങ്ങൾ രണ്ടും ഒന്നാണെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്നാൽ വെളിപ്പാട് 11:15 പറയുന്ന കാഹളം ഊതുന്ന സമയത്ത് മറ്റേ 2 സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളല്ല നടക്കുന്നത്. അപ്പോൾ സംഭവങ്ങൾ രണ്ടും വ്യത്യസ്തമാണ് എന്ന കാരണത്താൽ ഈ പറയപ്പെട്ടിരിക്കുന്ന കാഹളങ്ങൾ 3ഉം വ്യത്യസ്തമാണ്, കുറഞ്ഞത് 2 ഗണത്തിൽപ്പെടുന്നതാണെന്ന് നമുക്ക് മാന്യമായിട്ട് അനുമാനിക്കാം. ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാഹളം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടക്കുന്നുണ്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും നടക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും വെളിപ്പാട് 11:15 7ാം കാഹളനാദത്തിങ്കിൽ സംഭവിക്കുന്നില്ല. സ്തോത്രം. ഇനിയുമുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ഉറപ്പിക്കാൻ തക്കതുപോലെ ഈ 2-3 കാര്യങ്ങൾ മതിയായിരിക്കുമല്ലോ. ബാക്കി നമുക്ക് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ ചിന്തിക്കാം. അപ്പോൾ ഈ കാഹളനാദങ്ങൾ 3ഉം വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മഹോപദ്രവവാദികളുടെ ആശയത്തിന്
സാധുതയില്ല എന്ന് മനസ്സിലാക്കാം. വ്യക്തമാണല്ലോ ഇതുവരെ ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. ഇന്ന് രാത്രി അത് സംഭവിക്കാം. നാളെ നേരം വെളുക്കണം എന്നില്ല. സ്തോത്രം. വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നമ്മെ അതിനു വേണ്ടി സമർപ്പിക്കാം. ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവിന്റെ വരവിൻ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി നമുക്ക് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി നമ്മുടെ കർത്താവിനെ എതിരേൽക്കേണ്ടതിന് വേണ്ടി തയ്യാറാകാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.